ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. നമുക്ക് എല്ലാ വീട്ടിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പൊ കുറച്ച് ചോറ് വെക്കണം, പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, ഉച്ച സമയമാണ്, നമ്മൾ വെച്ച ചോറ് തികഞ്ഞില്ല. അപ്പൊ അവര് വന്ന് സംസാരിച്ചിരിക്കുന്ന ഒരു 10-15 മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് പെട്ടെന്ന് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. അതിപ്പോ ചോറായിക്കോട്ടെ, ബിരിയാണി ആയിക്കോട്ടെ, ഫ്രൈഡ് റൈസ് ആയിക്കോട്ടെ, അങ്ങനെ എന്തും നമുക്ക് പെട്ടെന്ന് നമ്മുടെ അടുക്കളയിൽ പാചകം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റ് ക്രോംപ്ടന്റെ ഇലക്ട്രിക് റൈസ് കുക്കറാണ്. ഈ ഒരു റൈസ് കുക്കറിൽ നമുക്ക് 1 കിലോ അരി വരെ ഒന്നിച്ച് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. ഈ പ്രോഡക്റ്റിന് 1 ഇയർ വാറന്റിയാണ് കമ്പനി തരുന്നത്. അതുപോലെ തന്നെ 5 വർഷത്തെ എലമെന്റ് ഗ്യാരണ്ടിയും കമ്പനി തരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ക്രോംപ്ടന്റെ ഇലക്ട്രിക് റൈസ് കുക്കർ. നോക്കിയാൽ നല്ല അടിപൊളി കളറിലൊക്കെയാണ് വന്നിരിക്കുന്നത്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. അപ്പൊ ഇതിന് 3 പിൻ കോഡ് വയർ ആണുള്ളത്. പിന്നെ ഇതിനൊരു സ്റ്റീലിന്റെ ലിഡ് ഉണ്ട്, നമുക്ക് പാത്രം അടച്ചു വെക്കാൻ വേണ്ടി ഒരു ലിഡ് ഉണ്ട്. പിന്നെ ഇതിനുള്ളിലുള്ളത് ഇതിന്റെ മാനുവൽ, പിന്നെ ഒരു മെഷറിംഗ് കപ്പ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഒരു സ്പാച്ചുല, ഒരു ഫൈബറിന്റെ സ്പാച്ചുല കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് വെക്കാനുള്ള ഒരു പ്ലേറ്റ് ഉണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് ഇതിനകത്ത് അരിയോ അങ്ങനെയൊക്കെ ഇട്ട് വേവിക്കാനുള്ള ഒരു പാത്രം, ഇതിലും നമുക്ക് മെഷർമെന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ പോർഷൻ, ഹീറ്റിംഗ് എലമെന്റ് വരുന്ന ഭാഗമാണ് ഇത്. ഇതിന് 2 ഇൻഡിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്, കുക്ക് ഇൻഡിക്കേഷനും വാം ഇൻഡിക്കേഷനും, പിന്നെ ഒരു സ്വിച്ചും ഉണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇനി ഞാൻ പറഞ്ഞു തരാം. ബൗള് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. അപ്പൊ ഇതിലേക്കാണ് നമ്മൾ അരിയും വെള്ളവും ഒക്കെ ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കുന്നത്. ഇതിന്റെ ഉൾഭാഗത്താണ് ഇതുപോലെ കോയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഈ മെഷർമെന്റ് കപ്പ് ഉപയോഗിച്ച് വേണം നമ്മൾ അരിയും വെള്ളവും ചേർക്കാനായിട്ട്. കപ്പിന് 1 കപ്പ് അരിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് 2 കപ്പ് വെള്ളം വേണം. 4 കപ്പ് അരി എടുക്കുന്നുണ്ടെങ്കിൽ 8 കപ്പ് വെള്ളം വേണം. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ഈ കപ്പിന് എത്ര കപ്പ് അരി എടുക്കുന്നോ അതിന്റെ ഇരട്ടിയാണ് നമുക്ക് വെള്ളം ഒഴിക്കേണ്ടത്, നമുക്കിത് വെന്ത് കിട്ടാനായിട്ട്. നമ്മൾ ഈ മെഷറിംഗ് കപ്പിൽ തന്നെ അളന്ന് വേണം ഇതിലേക്ക് നമുക്ക് അരി ഇടാന്. അരി വേണമെങ്കിൽ അരി, നമുക്ക് പയറ് വേവിക്കണമെങ്കിൽ പയറ്, കടല വേവിക്കണമെങ്കിൽ കടല, അങ്ങനെ എന്ത് പ്രോഡക്റ്റ്. ഇപ്പൊ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന്റെ പ്രോഡക്ട്സ് എല്ലാം, വേണ്ട സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് അത് എത്ര കപ്പ് ഉണ്ടെന്ന് അളന്ന് നോക്കി അതിന്റെ ഇരട്ടി വെള്ളം ഒഴിക്കുക. ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് എത്ര കപ്പ് ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനുള്ള വെള്ളം ഒഴിക്കുക. അങ്ങനെയാണ് ഇതിന്റെ ഒരു കുക്കിംഗ് പ്രോസസ്സ് വരുന്നത്. അപ്പൊ നമ്മൾ 1 കപ്പ് അരിയാണ് വേവിച്ചെടുക്കേണ്ടതെങ്കിൽ അതിന് 15 മിനിറ്റ് ആണ് ഈ പ്രോഡക്റ്റിന് പറയുന്ന സമയം. ഇപ്പൊ 4 കപ്പ് അരിയാണെങ്കിൽ ഏകദേശം അരമണിക്കൂറോളം നമുക്ക് സമയം വേണ്ടി വരും. ആവശ്യമായ അരിയും വെള്ളവും ഒക്കെ അളന്ന് നമ്മൾ ഇതിനകത്ത് ഒഴിക്കുക. അതിനുശേഷം നമുക്ക് ഈ ലിഡ് വെച്ച് തന്നെ നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇതിനുശേഷം നമ്മൾ പ്ലഗ് കുത്തിയിട്ട് സ്വിച്ച് ഓൺ ആക്കുക. സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ ഈ കുക്കെന്നുള്ള ഈ LED ആണ് തെളിയുന്നത്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് അരി കുക്കെന്നുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് പോകും. അതിനുശേഷം ആവശ്യത്തിന് കുക്ക് ആയി കഴിയുമ്പോൾ, ഇപ്പൊ 1 കപ്പ് അരിയാണ് നമ്മൾ ഇട്ടെങ്കിൽ 15 മിനിറ്റ്, ആ 15 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഓഫ് ആവുകയും ഈ പച്ച ലൈറ്റ് തെളിയുകയും ചെയ്യും. അപ്പൊ പച്ച ലൈറ്റ് തെളിഞ്ഞെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ അരി വെന്തിരിക്കുന്നു, അതിനകത്ത് വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്ക് വേറൊരു സംശയം തോന്നും, നമ്മൾ ഇതിനകത്ത് ഒഴിച്ച വെള്ളം കുറഞ്ഞു പോയെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത്. ഇപ്പൊ ചില അരിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് മേടിക്കുന്ന അരി ചിലപ്പോൾ വേവ് കൂടുതലായിരിക്കും, വേവ് കുറവായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഏത് രീതിയിലാണ് അരി വേവിക്കുന്നതെങ്കിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്യുമല്ലോ. ഇപ്പൊ നമ്മൾ തെർമൽ റൈസ് കുക്കറിലാണേലും നമ്മളൊരു പുതിയ അരി മേടിച്ചു കഴിയുമ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യുമല്ലോ അതിന്റെ വേവ് എങ്ങനെയുണ്ടെന്ന്. അതുപോലെ തന്നെ നമുക്ക് ഇതിലും ചെക്ക് ചെയ്യാം. നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുക. അപ്പൊ നമുക്കറിയാം അരി വെന്തോ ഇല്ലയോ എന്ന്. അപ്പൊ വേവ് കുറവാണെങ്കിൽ ഈ മെഷറിംഗ് കപ്പിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും പ്ലഗ് ഓൺ ചെയ്യുക. കറക്റ്റ് സമയമായി കഴിയുമ്പോൾ ഇത് കട്ട് ഓഫ് ആയിക്കോളും. പാകമായി കഴിഞ്ഞാലും നമുക്ക് ഇതിനകത്ത് തന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. 2 മണിക്കൂർ വരെ ചോറ് ചൂടാറാതെ ഇതിനകത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും. സപ്പോസ് നമ്മൾ ഇത് ഓൺ ആക്കി വെച്ചു, ചോറ് വെന്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, നമുക്ക് നമുക്കിപ്പോ ചോറ് പെട്ടെന്നാണ് നമ്മൾ ഓർത്ത് അയ്യോ ചോറ് അത്രയും വേവണ്ട, ഇടയ്ക്ക് വെച്ചൊന്ന് ഓഫ് ചെയ്യണം, എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വാമിലേക്ക് പോകുന്നതിന് പകരം നമുക്ക് ഇടയ്ക്ക് വെച്ച് ഇത് സ്റ്റോപ്പ് ആക്കാൻ പറ്റും. നമുക്ക് വാം എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റാനായിട്ട് പറ്റും. അതിനുവേണ്ടി നമുക്ക് ഈ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാത്രം എലമെന്റുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ വിട്ടുവരും. പിന്നീട് നമ്മുടെ ഈ പാത്രം വാം എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് മാറും.
ചോറ് വെന്ത് വാം എന്നുള്ള ഓപ്ഷനിൽ 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിന്റെ അടപ്പ് മാറ്റാവുള്ളൂ. അതുപോലെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ഇതിങ്ങനെ വെച്ചേക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പോയി അടപ്പ് തുറന്നു നോക്കരുത്. അപ്പൊ നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ടൈമിൽ നമുക്ക് ചോറ് വെന്ത് കിട്ടില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് മെറ്റൽ സ്പൂണുകൾ ഒന്നും യൂസ് ചെയ്യരുത്, കാരണം ഇതൊരു നോൺ സ്റ്റിക്കിന്റെ പാത്രമാണ്. അതുകൊണ്ട് മെറ്റൽ സ്പൂൺ യൂസ് ചെയ്യരുത്. ഇവർ ഈ തന്നിരിക്കുന്ന ഈ ഒരു സ്പാച്ചുല തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ ഇങ്ങനെ ഒരു ഓട്ടയുള്ള പാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാത്രം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ട്, ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ വേണം നമുക്ക് ഈ സാധനം വേവിക്കാനെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ ഈ ഒരു പാത്രം ഇതിൽ വെച്ചിട്ട് അതിന്റെ മേളിലാണ് നമ്മുടെ കയ്യിലുള്ള പാത്രം നമ്മൾ വെക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ലിഡ് തന്നിരിക്കുന്നത്. നമ്മുടെ ഈ പ്രോഡക്റ്റിന് കമ്പനി വാറണ്ടി തരുന്നത് 1 വർഷമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഹീറ്റിംഗ് എലമെന്റിന് 5 വർഷത്തെ വാറണ്ടി നൽകുന്നുണ്ട്. ഈ മാനുവലില് ഇതിന്റെ എല്ലാ വർക്കിംഗ് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഈ പ്രോഡക്റ്റിനെ പറ്റി പറഞ്ഞു കേട്ടപ്പോ നിങ്ങൾക്കും തോന്നുന്നില്ലേ ഇത് കൂട്ടൊരെണ്ണം വാങ്ങിയാൽ കൊള്ളാമെന്ന്? ഈ പ്രോഡക്റ്റ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഷോപ്പ് വരുന്നത് പാലായില് കുരിശുപള്ളിക്കും ടൗൺ ബസ് സ്റ്റാൻഡിനും മധ്യേ തോംസൺ ഇലക്ട്രോണിക്സ്. ഇതിന്റെ MRP വരുന്നത് 3200 രൂപയാണ്. പക്ഷെ നമ്മുടെ കടയിൽ ഇതിനിപ്പം മികച്ച ഓഫറുകൾ ലഭ്യമാണ്.